ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഏതായാലും ഉമ്മാൻ്റെ ഒരു സ്പെഷ്യൽ ഇവിടെ ആക്കുന്നുണ്ട്. മറ്റെന്തിൻ്റെ പേരുന്നോ? ആലു പക്കോട. ഒരു പൊട്ടിത്തെറിച്ചല്ലേ, മറ്റേ ചിക്കൻ പൊട്ടിത്തെറിച്ച പോലത്തെ അതുപോലത്തെ. പിന്നെ ചിക്കൻ ആ പേര് ഇട്ടതുകൊണ്ട് ഇട്ടിട്ട്, അല്ലെങ്കിൽ ഞാൻ വല്ല പൊട്ടിത്തെറിച്ചെന്നാലും ഇട്ടിട്ടേ. ഇത് പാകിസ്ഥാനികളിൽ ആക്കുന്ന ഒരു ഡിഷാണിത്. ആ ഇത് ഉരുളക്കിഴങ്ങ് കേട്ടോ. ഉരുളക്കിഴങ്ങ് ചെറിയ പീസാക്കിയിട്ട് മുറിച്ചുണ്ട്. എന്നിട്ട് അതിൽ തന്നെ പച്ചമുളക് ഇടണം, അതിൽ ഉള്ളി ഇടണം. അതിന് പാകത്തിനനുസരിച്ചിട്ട് ഉള്ളിയും ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇതെന്ത്? മല്ലി പൊടിച്ചത്, മല്ലി ജ്യൂസ് മിക്സിയിൽ പൊടിച്ചത് ഒരു സ്പൂണ്, 1.5 സ്പൂൺ. ഇത് മല്ലി പൊടിച്ചത് 1.5 സ്പൂണ് ഇതിലിടണം. പിന്നെ മുളക് ക്രഷ് ചെയ്തത്. ഇത് ഉമ്മാക്ക് വീഡിയോയിൽ വരാൻ നടക്കിടാന്നല്ല, അങ്ങനെ എടുക്കാത്തേട്ടാ. മുളക് ക്രഷ് ചെയ്തത്. ഇത് മുളക് ക്രഷ് ചെയ്തത്. മൈക്കിൽ പറഞ്ഞു നീ പറഞ്ഞാൽ മതി. മുളക് ക്രഷ് ചെയ്തത്, പിന്നെ 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് ഒരു സ്പൂണില്ല സോറി 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. എന്തെല്ലാം മയിലിട്ടത് സാധനം? ഇതിലിട്ടത് കടലപ്പൊടി, ഉരുളക്കിഴങ്ങ്, ഉള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് ക്രഷ് ചെയ്തത്, മല്ലി പൊടിച്ചത്, മല്ലി ക്രഷ് ചെയ്തത്, പൊടിച്ചതല്ല ക്രഷ് ചെയ്തത്, മല്ലിച്ചപ്പ്, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ കടലപ്പൊടി ആവശ്യത്തിന് ഇട്ടിട്ട് കുഴക്കാം. പിന്നെ പച്ചമുളകും കൂടി ഇട്ടോ? അത് നേരത്തെ ഇട്ടട്ടാ. എന്നിട്ട് എന്ത് ചെയ്യണ്ട്? ഇതുപോലെ മിക്സ് ചെയ്യാം. ഈ സാധനം വേറെ ലെവലട്ടാ, അടിപൊളി സാധനമാണ്. ഞാനവിടെ ഗൾഫിലുണ്ടാകുന്ന സമയത്ത് അവിടുത്തെ ഒരു പാകിസ്ഥാൻ്റെ ഒരു ഫ്രണ്ട് തന്നെ അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയിന്. അങ്ങനെ ആടുന്ന് കഴിച്ചതായത് അടിപൊളി. അപ്പോൾ അവിടുത്തെ ഇൻഗ്രീഡിയൻസ് ഞാൻ ചോദിച്ചിട്ട് ജസ്റ്റ് ഉമ്മയോട് ഞാൻ പറഞ്ഞു കൊടുത്ത്, അപ്പോൾ അങ്ങനെ ആക്കുന്നതാ. സാധനം അടിപൊളി. അതിലാവശ്യത്തിന് കടലപ്പൊടി ഇടാം. വേറെന്തിയെ? ഞാൻ ഇതിൽ സാഹിത്യമൊന്നും പറയണ്ട കേട്ടോ. ആള് കുറച്ച് സാഹിത്യത്തിൻ്റെ ആൾട്ടാ. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഇട്ടിട്ട് മിക്സാക്കാം. നന്നായിട്ട് ഫുഡാക്കോട്ടെ ആള്, പൊന്തിച്ച് പറയുന്നതല്ല, ഫുഡ് അടിപൊളിയിലാക്കും. എന്നിട്ട് തന്നെ ഫുള്ള് തടിയെല്ലാം പറ്റ കയറിന്. ആ തടി കുറക്കാൻ പറ്റും പാടെ നമുക്ക് അറിയും. എന്നിട്ട് അതിൽ കടലപ്പൊടിയും പിന്നെയും അതിന് നോക്കിയിട്ട് പാകത്തിനനുസരിച്ചിട്ട് കടലപ്പൊടി പിന്നെ ആഡ് ചെയ്യണം. ഇത് ജിമ്മ് കളിക്കുന്ന ആക്കില്ലൊന്നും അല്ല കേട്ടോ. ഇത് വർക്കൗട്ട്, അതൊരു പ്രോപ്പറായിട്ട് ഇങ്ങനെ ന്യൂട്രീഷനിൽ ഫോളോ ചെയ്യുന്ന ആൾക്ക് പറ്റിയൊന്നുമല്ല. ഇതിനെ വീട്ടിലാക്കുന്നത് കൊണ്ട് ഞാൻ എടുത്തുന്നേ ഉള്ളൂ. പിന്നെ എന്തെന്ന് നമ്മൾ മനുഷ്യരല്ലേ, അപ്പോൾ ഇടയ്ക്കെല്ലാം ഒരു ടേസ്റ്റും മറ്റും കഴിക്കാം. പക്ഷെ അതിൽ റംസാൻ ആയതുകൊണ്ട് സ്പെഷ്യൽ. അപ്പോൾ അങ്ങനെ എനിക്കൊരു അഡിക്റ്റ് വെക്കാതെ കൊണ്ടുപോയാൽ മതി. അതിനെ എപ്പോഴെങ്കിലും നമുക്കൊരു എൻജോയ്മെൻറ്റ് ഇതെല്ലാം വേണ്ടേ, അല്ലാതെ ഇങ്ങനെ മനുഷ്യനല്ലേ. അപ്പോൾ ഇടയ്ക്കെല്ലാം ശ്രദ്ധിച്ചാൽ മതി. അത് കൂട്ടാതെ അധികം ഒന്നും ഇതാക്കാതെ. ഇതുപോലെ പാകത്തിന് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പം കാര്യങ്ങൾ മനസ്സിലായി. ഇനി വേറെ നിങ്ങൾ ഇടയേണ്ട, ഇതിനൊന്നുമില്ല. എന്നിട്ട് പൊരിക്കല് ഉപ്പ് നോക്കണം കേട്ടോ. നിങ്ങൾ കറക്റ്റ് ഉണ്ടോ നോക്കണം. ഉപ്പ് മറ്റേ ഏതോ പടത്തിലുണ്ടല്ലോ ഉപ്പിടാത്ത, അതുപോലെ ആയരണ്ട. ഇടിയെല്ലാം മുട്ടുന്നുണ്ട്. അതന്നെ ഈ സാധനം എന്ന് വെച്ചാൽ ഇടി മുട്ടുന്ന ഒരു അടാറ ഇട്ടാന്നിത്. ഇനി പൊട്ടിത്തെറിച്ചെന്നാലും ഇടട്ടി, പക്ഷെ പൊട്ടിത്തെറിച്ചത് മറ്റേ ചിക്കൻ്റെ ഇട്ടുകൊണ്ട് ഇട്ടിട്ടാ, അല്ലെങ്കിൽ എനിക്ക് പൊട്ടിത്തെറിച്ച് കെട്ടി. ഇവിടെ എണ്ണയുടെ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഐറ്റം ഇവിടെ നല്ല മിക്സ് ആക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്.
ഇത് നന്നായിട്ട് ചൂടാവണം കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. സാധനം ഇതുപോലെ ഈ ഒരു രീതിയിൽ എണ്ണയിലിടാം. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇത് സാധനം ഒരു പാകിസ്ഥാനി സ്പെഷ്യലാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാന്നെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. അടിപൊളി സാധനം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം, പിന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ ഒരു വീഡിയോസ് എല്ലാം സ്പെഷ്യൽ ആക്കുന്ന ദിവസമെല്ലാം ഞാൻ ഇതുപോലെ എടുത്തിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇതിലേക്ക് ഇടാം, എണ്ണയിലേക്ക്. എന്നിട്ട് കുറച്ച് നേരം അതിലേക്ക് വെക്കണം. കുറച്ച് പൊരിയുമ്പോൾ മറിച്ചിടണം. ഇപ്പം ആയിട്ടില്ല. അപ്പോൾ എന്തായാലും മാഡത്തിന് കൊടുക്കുന്നുണ്ട് മൈക്ക്. മറിച്ചിടണം, മറിച്ചിട്ടാൽ മതി സപ്പോ. ഓക്കെ, ഇത് കുറച്ചും കൂടി പൊരിയണം. അടി ഇതാ സാധനം മറിച്ചിടാം. ചട്ടിയിൽ പൊരിഞ്ഞിട്ടൊന്ന് നോക്കാം, നല്ല പാല് ഫ്രൈ ആക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ക്രിസ്പി ആവുന്നവരെ മറിച്ചിട്ടിട്ട് എടുക്കാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടണം ക്രിസ്പി ആവുന്നവരെ. ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ടാൽ മതി. ഒരേ മറിച്ചിടണ്ട കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇട്ടാൽ മതി. അപ്പോൾ കരിയില്ല ശരിക്കും. നിങ്ങൾക്ക് പറയുമ്പോൾ ഭാഷയിൽ മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. ഇല്ലപ്പോൾ വീഡിയോ എടുക്കണ്ടെന്ന് നാണക്കിടാന്നോലും. ഉമ്മ നല്ല സ്പെഷ്യൽ ഭക്ഷണമെല്ലാം അടിപൊളി ആക്കോട്ടെ. നല്ല പാല ഒരു സ്പെഷ്യൽ വെറൈറ്റി കാണുമ്പോൾ ഞാൻ ഇതുപോലെ വീഡിയോ എടുത്തിട്ട് ഇതെല്ലാം ഷെയർ ചെയ്യാം. അതിൻ്റെ കാര്യങ്ങളും ഇൻഗ്രീഡിയൻസും എല്ലാം ഇടുന്നതെല്ലാം. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. സാധനം റെഡി ആട്ടെ. ഇപ്പം നോമ്പുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അടിക്കാനും. സാധനം റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. സംഭവം സിമ്പിളാണിത്, പക്ഷെ അടിപൊളി. നല്ല ഭയങ്കര ടേസ്റ്റിയാണ് സാധനം. ഡെലീഷ്യസ് ഫുഡ്, അടിപൊളിയുണ്ട്. ബാക്കിയുള്ളത് അതേപോലെ അത് കഴിഞ്ഞ കണക്ക് തന്നെ വീണ്ടും ഇടാം. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. അടിപൊളി സാധനമാണ്, അത്രത്തോളം ടേസ്റ്റുള്ള സാധനമാണ്. സാധനം ഇവിടെ വെച്ചിട്ടുണ്ട്, ബാക്കിയിൽ പൊരിയുന്നുണ്ട്. ഇത് റോളപ്പം. ഇത് മുമ്പേ ആക്കി വെച്ചത് വെജിറ്റബിൾ ചിക്കനെല്ലാം ഇട്ടിട്ടുള്ള റോളപ്പം. ഇൻഷാല്ലാ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഉണ്ടാക്കുമ്പോൾ കാണിക്കാം. അപ്പോൾ മാഡം അതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് ഉണ്ടാക്കുമെന്ന്. അപ്പോൾ തടി കൂടി രണ്ടാമതും ഫാറ്റെല്ലാം കയറുന്ന മാതിരി ഉണ്ട്. ഇതാ ജിമ്മ് കളിക്കുന്ന ആൾക്കാർ തീർച്ചയായും ശ്രദ്ധിക്കണം. വീണ്ടും ഞാൻ പറയുന്നത്, ആ ഒരു ലിമിറ്റിൽ കഴിച്ചാൽ മതി. വെറുതെ ഒരു ടേസ്റ്റിന് നമുക്ക് എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ, പക്ഷെ അത് കൂടാൻ വേണ്ടി പാടില്ല. ക്വാണ്ടിറ്റി കൂടാതിരിക്കുക, അത്രയല്ലോ. വല്ലപ്പോഴും അല്ലേ ഇതല്ലോ. എന്താ സിനു കഴിച്ചോന്ന് എങ്ങനെ അഭിപ്രായം പറയും? നേരെ പറയണോ? നേരെ പറയും. എങ്ങനെയുണ്ട്? നേരെ പറഞ്ഞോ. നല്ല ഉമ്മാക്കുന്നവനല്ലോ, നല്ല നല്ല കാര്യം ടേസ്റ്റിനാണ്. കാര്യം പറയാനില്ല. സാധനം അടിപൊളി. തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട സംഭവം തന്നെയാണിത്. റണവിട്ട ചെറുപ്പൻ്റെ മോൻ്റെ തെല്ലിൻ്റെ എൻഡ് അല്ലേ, അതാണ്. ഉമ്മക്ക് എങ്ങനെ പാണ്ടോ? മൂപ്പര് ഫുഡിൽ അടിപൊളിയാക്കും. ഇത് നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഈ സാധനം. നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ഇതിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം എന്താണ് എങ്ങനെയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കൂടി ഇതിലേക്ക് നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ബൈ, ടേക്ക് കെയർ. പിന്നെ അത് ശ്രദ്ധിക്കേണ്ട വെച്ചെങ്കിൽ അത് കുമിട്ടി മുളക് കുറച്ച് അധികം ഇടണം. അതിൻ്റെ അത് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്, ആ കുമിട്ടി മുളകിൻ്റെ ടേസ്റ്റാണ് അതിൽ വരുന്നത്. പിന്നെയെന്ന് വെച്ചെങ്കിൽ ആ ചൂടോടെ തന്നെ ഫ്രൈ ആയാൽ തന്നെ ചൂടോടെ തന്നെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ട് കിട്ടും.
കുറച്ച് കഴിഞ്ഞ പിന്നെ ഒന്ന് ചൂടെല്ലാം പോയെങ്കിൽ ആ ഒരു ടേസ്റ്റ് വരില്ല. അത് തന്നെ കഴിക്കണം. പിന്നെന്ന് വെച്ചെങ്കിൽ ഇത് നേരത്തെ ആ പൊട്ടറ്റോ കുറച്ച് നേരത്തെ കട്ട് ചെയ്തുകൊണ്ടാണ് ഒരു കളർ കുറച്ച് ഡിമ്മായത്. നിങ്ങൾ ചെയ്യുന്ന ടൈമിൽ തന്നെ കട്ട് ചെയ്ത് കണക്ക് തന്നെ അത് മിക്സ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ കളറും ഡിമ്മാകത്തില്ല. ആ ഒരു കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. താങ്ക് യു സോ മച്ച്.